നമസ്കാരം. പതിരും കതിരും. മക്കളോ കൊച്ചുമക്കളോ ഗൾഫിൽ നിന്ന് വരുമ്പോൾ പണ്ടൊക്കെ 80 കഴിഞ്ഞ കാരണവന്മാരെ ഒരു ടീഷർട്ടും ധരിപ്പിച്ച് നാട്ടിൻപുറത്തെ ചന്തയിലേക്ക് വിടുന്ന ഒരു പതിവുണ്ടായിരുന്നു പച്ചക്കറി വാങ്ങാൻ. സെൻറ്റിൻ്റെ മണമുള്ള ബനിയനും ധരിച്ച് ഒരു സഞ്ചിയും പിടിച്ച് പാവം കാരണവർ ഞെളിഞ്ഞൊരു നടപ്പുണ്ട്. ആ ബനിയനിൽ എഴുതി വച്ചിരിക്കുന്നത് എന്തൊക്കെയാണെന്ന് അറിയുകയുമില്ല. ഇങ്ങനെ കാർന്നോന്മാരെ വേഷം കെട്ടിച്ചു വിടുന്ന പുത്തൻ പണക്കാരെ പോലെ പിണറായി വിജയൻ്റെ കയ്യിൽ പൈങ്കിളിക്കപ്പും പിടിപ്പിച്ച് PR വർക്കുകാർ പാളയത്തെ സത്യഗ്രഹ പന്തലിൽ കൊണ്ടിരുത്തി കൊടുത്തു. ഇന്നോളം ഇടത് കൈ കൊണ്ട് ചായക്കപ്പെന്നല്ല ഒരു ചീപ്പ് പോലും പിടിക്കാത്ത പിണറായി വിജയൻ ഒരു വിധത്തിൽ ആ കപ്പ് വാങ്ങി താങ്ങി പിടിച്ചു. ചുണ്ടോട് ചേർത്ത് എന്തോ മൊത്തിക്കുടിക്കുന്നു. അതിലെ എഴുത്തായിരുന്നു ഭയങ്കരം. അതിജീവിതയ്ക്കുള്ള ഒരു കപ്പ് പിന്തുണയായിരുന്നു അത്രേ അത്. കപ്പിൽ അരിവാളിൻ്റെ പകുതിയുണ്ട്, ഉണക്ക നക്ഷത്രമുണ്ട്, ലവ് ചിഹ്നവും കാണാം. പ്രായമായ കാരണവന്മാരെ പുത്തൻ ബനിയനിടിവിച്ച് കടയിലും പച്ചക്കറിക്കടയിലും വിടും പോലെ പിണറായിയെ കൊണ്ട് ഏതവനാടാ ഈ വേഷം കെട്ടിച്ചത്? ആ പാപത്തിനെ അല്ലേ പണ്ട് ആർത്തവ ഫെസ്റ്റുകാർ ആഭാസ കവാടത്തിലൂടെ കയറ്റിക്കൊണ്ടു പോകാൻ ശ്രമിച്ചത്? അന്ന് ഇത്രത്തോളം ബുദ്ധി ഉണങ്ങിയിട്ടില്ലാത്ത ആരോ ഉപദേശിച്ചതിനാൽ ആ വഴി പോകാൻ പിണറായി തയ്യാറായില്ല. കേന്ദ്രത്തിനെതിരെ തെരുവിൽ പട്ടിണി കിടന്നു അത്രയേ നമ്മുടെ മുഖ്യൻ. ഇതുപോലെ ഒരു മുഖ്യൻ ഏത് സംസ്ഥാനത്തുണ്ടെന്നാണ് ചോദ്യം. ഇതുപോലെ വരവറിയാതെ ചെലവാക്കുന്ന മൂർധാവിൽ ശുക്രൻ ഉദിച്ച വിപ്ലവ മുത്തശ്ശന്മാർ വേറെ ഏത് സംസ്ഥാനത്തുണ്ടോ? AKG സെൻറ്ററിലിരിക്കുന്ന കിണറേഷിൻ്റെ ആ PR കപ്പ് ഇപ്പോൾ പിണറായി വിജയനെ തിരിച്ചടിക്കാനുള്ള ഉപകരണമാക്കി ട്രോളർമാർ. പിണറായിയുടെ കോഴി ഫാമിലെ സകല കരിങ്കോഴികളെയും കാടക്കോഴികളെയും കടൽ കോഴികളെയും കപ്പിലേക്ക് ആവാഹിച്ചാണ് ട്രോളർമാർ തിരിച്ചടിക്കുന്നത്. ഈ വിഷയത്തിൽ മാധ്യമപ്രവർത്തകൻ റെജിമോൻ കുട്ടപ്പനിട്ട ഫേസ്ബുക്ക് പോസ്റ്റാണ് ഏറെ രസകരം. 80 വയസ്സുണ്ട് നമ്മുടെ മുഖ്യന്, 60 കൊല്ലത്തെ രാഷ്ട്രീയ പാരമ്പര്യം. ഇപ്പോഴും ആരോ ഒരു കപ്പ് പിടിക്കാൻ പറഞ്ഞപ്പോൾ അതും താങ്ങിപ്പിടിച്ച് ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്യുന്നു. അന്നേരം എന്താ കടക്ക് പുറത്തെന്നും അമ്മാതിരി പരിപാടിയൊന്നും വേണ്ട കേട്ടോ എന്നും പറയാതിരുന്നത്? ഏതോ PR ഏജൻസി ഒരു ജില്ലയെ മൊത്തം മോശമാക്കുന്ന പ്രസ്താവന എഴുതി അങ്ങോട്ട് കൊടുത്തു. അത് ദേശീയ മാധ്യമത്തിലേക്ക് തള്ളിയ പുള്ളിയാണ് ഈ പിണറായി വിജയൻ. പാർട്ടിയെയും സർക്കാരിനെയും കഴിഞ്ഞ 9 കൊല്ലവും 9 മാസവുമായി തൻ്റെ കൈപ്പിടിയിൽ കൊണ്ടു നടക്കുന്ന പുള്ളി ഇപ്പോൾ PR-കാരുടെ പൂർണ്ണമായ നിയന്ത്രണത്തിലാണ്. ഒരുതരം കിടപ്പ് രോഗിയുടെ നിസ്സഹായാവസ്ഥയിലാണ് നമ്മുടെ മുഖ്യമന്ത്രി. എന്നിട്ടും കമ്മികൾ കാച്ചുന്നതോ ഇരട്ടച്ചങ്കൻ ഊര്യവാൾ ഉണ്ടംപുരി. കപ്പ് പിടിക്കാൻ പറഞ്ഞാൽ പിടിക്കും, ചായ കുടിക്കുന്നതായി ഭാവിക്കാൻ പറഞ്ഞാൽ ഭാവിക്കും. എനിക്ക് എങ്ങനെയെങ്കിലും തുടരാൻ കിട്ടണം. ഇപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്ന ജീവിത സുഖങ്ങളൊന്നും മരണം വരെ വിട്ടുകളയാൻ എനിക്കാവില്ല കൂട്ടരെ. അങ്ങനെ സംഭവിച്ചാൽ ഞാൻ എൻ്റെ വീട്ടുകാരെ എന്തു പറഞ്ഞ് ആശ്വസിപ്പിക്കും? അവരുടെ സന്തോഷം കെട്ടുപോകില്ലേ? പ്രതിപക്ഷത്തായാൽ ഇതൊന്നും പറ്റുകയുമില്ല. 2016 മുതൽ 2025 വരെ കേരളത്തിൽ എത്ര ബലാത്സംഗങ്ങൾ നടന്നിട്ടുണ്ട് മിസ്റ്റർ പിണറായി വിജയൻ? 23,600 ബലാത്സംഗ കേസുകൾ ഉണ്ടായിട്ടുണ്ടെന്നാണ് കണക്ക്. അപ്പോൾ പിന്നെ കപ്പ് കോപ്പ് എന്നാരെങ്കിലും പറഞ്ഞാൽ ചാടിക്കടിക്കാൻ വരരുത്. ഏതെങ്കിലും പരിപാടിയിൽ പിണറായി വിജയൻ അലമ്പാക്കുന്നുണ്ടെങ്കിൽ അതുമാത്രമാണ് പുള്ളിയുടെ ജൈവികമായ പെരുമാറ്റ രീതി. അടങ്ങി ഒതുങ്ങി ആക്ഷൻ കാണിച്ചിരുന്നാൽ അത് PR വർക്കാണ്. വലത് കൈയിൽ ഈ കപ്പ് പിടിച്ചാൽ അതിലെ എഴുത്തു മറയും. അതിനാണ് ഇടതു കൈയിൽ പിടിപ്പിച്ചത്. പച്ചാളം സരോജ് കുമാറിനെ നവരസം പഠിപ്പിക്കും പോലെ തലേന്ന് PRDക്കാർ എത്ര തവണ പിണറായി വിജയൻ്റെ കയ്യിൽ ഈ കപ്പ് പിടിപ്പിച്ച് കാണും. ഊതിക്കുടിക്കുകയാണോ ആറ്റിക്കുടിക്കുകയാണോ നാക്കുകൊണ്ട് നക്കുകയാണോ എന്ന് ചോദിച്ചാൽ അത് രഹസ്യമാണ്. എന്തായാലും കപ്പ് കടിച്ചതിൻ്റെ പിറ്റേന്ന് വിഴിഞ്ഞത്തെ ഫലം വന്നു. വിഴിഞ്ഞത്തെ IAS ഉള്ള ആകാശഗംഗ ധരിപ്പിച്ച തൊപ്പിയും ജാക്കറ്റും അണിഞ്ഞ് പിണറായി വിജയൻ കൊച്ചുമോനൊപ്പം കുടുംബസഹിതം അവിടെ ചെന്ന് കാറ്റുകൊണ്ടപ്പോഴേ ജനം തീരുമാനിച്ചതായിരുന്നു ഈ വിധി. ദൈവമേ, കാരണഭൂതം ഇന്നലെ മുഴുവൻ പട്ടിണിയിലായിരുന്നത് നമുക്ക് വേണ്ടിയാണ്. അഭിനവ വിപ്ലവകാരി തീറ്റയെടുക്കാത്ത ആ ദിവസം ചരിത്രത്തിൽ അടയാളപ്പെടുത്തേണ്ടതുണ്ട്. ജനങ്ങൾക്ക് വേണ്ടി നടത്തിയ ആ ഒരിക്കലൂണിൻ്റെ ക്ഷീണം തീർക്കാൻ ക്ലിഫ് ഹൗസിൽ ഇനിയുള്ള ദിവസങ്ങളിൽ ഭക്ഷ്യമേള തന്നെ നടക്കുകയാണ് സുഹൃത്തുക്കളെ.